ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എസ്ആർ മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ഓണപരീക്ഷയും അടുത്തു. അപ്പൊ ബയോളജിയിൽ ഈ 5 ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾ ഉറപ്പായും പാസ്സാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഈ 5 ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പാസ് ആവുകടാ. അപ്പൊ നമുക്ക് ആ 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കിയാലോ. നമ്മൾ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ, ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ജീവന്റെ ജനിതകം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ കോമ്പണന്റ്സ് ഓഫ് എ ന്യൂക്ലിയോടൈഡ്? ന്യൂക്ലിയോടൈഡിലെ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം. അപ്പൊ DNA, RNA പോലെയുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സബ് യൂണിറ്റുകളായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് അല്ലേ. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്താണ് ഉള്ളത്? ഒരു പഞ്ചസാര തന്മാത്ര ഉണ്ടാവില്ലേ? ഒരു പഞ്ചസാര തന്മാത്ര, അതായത് ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ടാകുന്നു, പഞ്ചസാര തന്മാത്ര ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? പിന്നെ എന്തുണ്ട്? നൈട്രജൻ ബേസ് ഇല്ലടാ. നൈട്രജൻ ബേസ് ഉണ്ടല്ലേ, നൈട്രജൻ ബേസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് മൂന്നും അടങ്ങിയതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു പഞ്ചസാര തന്മാത്ര, നൈട്രജൻ ബേസ്. 5 കാർബൺ അടങ്ങിയ പഞ്ചസാര തന്മാത്രയല്ലേ, അതായത് റൈബോസ് ഷുഗർ ആണല്ലേ. ഈ റൈബോസ് ഷുഗർ ഒരു ഓക്സിജൻ കുറയുമ്പോൾ എന്തായി മാറും? ഡിയോക്സി റൈബോസ് ഷുഗർ ആയി മാറില്ലേ. അപ്പൊ DNA-യിലുള്ളത് എന്താണ്? ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്ര അല്ലടാ, ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് DNA-യിലുള്ളത്. RNA-യിലാണെങ്കിലോ, RNA-യിൽ റൈബോസ് ഷുഗർ ആണുള്ളത് അല്ലെ, റൈബോസ് പഞ്ചസാര തന്മാത്രയാണുള്ളത്. ഇനി നൈട്രജൻ ബേസുകൾ ആണെങ്കിലോ ഏതൊക്കെയുണ്ട്? ഇപ്പൊ DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അത് RNA-യിലാണെങ്കിലോ അഡെനിൻ ഉണ്ട്, തൈമിന് പകരം യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് ഉള്ളതല്ലേ. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ അല്ലെ, ആ ഒരു ഘടന, ആ ഒരു ഫിഗർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ലേ, ചിത്രം, അത് എന്തായാലും നിങ്ങൾ പഠിക്കണം. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു പഞ്ചസാര തന്മാത്ര, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെയിം ദ 2 ടൈപ്സ് ഓഫ് ക്രോമസോംസ് ഇൻ ഈച്ച് സെൽ ന്യൂക്ലിയസ് ഓഫ് ഹ്യൂമൻസ്. മനുഷ്യരിലുള്ള 2 തരം ക്രോമസോമുകൾ ഏതെല്ലാമാണ്? അതായത് നമ്മുടെ കോശത്തിന്റെ മർമ്മം, ന്യൂക്ലിയസിന്റെ അകത്താണ് ആരിയിരിക്കുന്നത്? ക്രോമസോം ഇരിക്കുന്നത്. നമ്മുടെ ഓരോ കോശത്തിലെ ന്യൂക്ലിയസിലും എത്ര ക്രോമസോമുകൾ ഉണ്ട്? മൊത്തം 46 ക്രോമസോമുകൾ, അഥവാ 23 പെയേഴ്സ്, 23 ജോഡി ക്രോമസോമുകൾ അല്ലേ ഉള്ളത്. അത് 2 തരമായിട്ട് നമുക്ക് പറഞ്ഞൂടെ? ഏതൊക്കെയാണടാ ഈ 2 തരം ക്രോമസോമുകൾ? സൊമാറ്റിക് ക്രോമസോംസ് ഇല്ലേ? എന്താണടാ സൊമാറ്റിക് ക്രോമസോംസ്, അഥവാ എന്താണ് സ്വരൂപ ക്രോമസോമുകളും. പിന്നെ എന്തുണ്ട്? സെക്സ് ക്രോമസോംസ് ഉണ്ടല്ലേ, ലിംഗനിർണയ ക്രോമസോമുകളുണ്ട്, സെക്സ് ക്രോമസോംസ് ഉണ്ട്. എത്രയാണ് സൊമാറ്റിക് ക്രോമസോംസ്? 44 എണ്ണം, അഥവാ എന്ത് പറയാം, 22 ജോഡി. അവസാനത്തെ ഒരു ജോഡി, അതായത് 2 എണ്ണം അല്ലെ, 2 എണ്ണം അഥവാ ഒരു ജോഡി സെക്സ് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോം ആണ് ഉള്ളത് അല്ലെ. എന്താ സൊമാറ്റിക് ക്രോമസോമുകളുടെ ധർമ്മം എന്താണ്? ഫിസിക്കൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക. അതായത് നമ്മുടെ ശരീരത്തിലെ ശാരീരിക സവിശേഷതകളെ എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? സ്വരൂപ ക്രോമസോമുകളാണ് അല്ലടാ. പിന്നെ വരുന്ന 2 എണ്ണം എന്താണ്? ലിംഗനിർണയ ക്രോമസോമുകൾ. അത് 2 തരമാണുള്ളത് അല്ലെ, 2 തരമാണുള്ളത്. ഏതൊക്കെയാണ്? എക്സും വൈയും. അത് തന്നെ സ്ത്രീകളിലാണെങ്കിൽ അല്ലെ, അതായത് ഫീമെയിലിലാണെങ്കിൽ 2 എക്സ് ക്രോമസോമുകളും, മെയിലിൽ പുരുഷന്മാരിലാണെങ്കിൽ ഒരു എക്സും ഒരു വൈ ക്രോമസോമുമാണ് ഉള്ളത്. ഇതാണ് നമ്മളിലെ 2 തരം ക്രോമസോമുകൾ: സൊമാറ്റിക് ക്രോമസോം, സെക്സ് ക്രോമസോം. സ്വരൂപ ക്രോമസോമുകൾ, ലിംഗനിർണയ ക്രോമസോമുകൾ. സൊമാറ്റിക് എത്ര എണ്ണം ഉണ്ട്? മൊത്തം 44. സ്വരൂപ ക്രോമസോമുകളിൽ 22 ജോഡി. സെക്സ് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോം ഒരു ജോഡി, അതായത് 2 എണ്ണം എക്സും വൈയും. സ്ത്രീയിൽ എക്സും പുരുഷനിൽ അത് എന്ത് വരുന്നു? എക്സ് വൈ വരുന്നു. ഇത് പഠിക്കുമ്പോൾ മക്കൾ എന്തുകൂടി പഠിക്കണം? പുരുഷന്റെ വൈ ക്രോമസോമിൽ അടങ്ങിയിട്ടുള്ള SRY ജീൻ, അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചിലപ്പോൾ ചോദിക്കൂ കേട്ടോ. അതായത് എംബ്രിയോല ടെസ്റ്റസിന്റെ ഡെവലപ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യില്ലടാ. യെസ്, അതായത് എന്താണ്? ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് സഹായിക്കുന്ന SRY ജീൻ പുരുഷന്റെ വൈ ക്രോമസോമിലാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി എന്താ സൊമാറ്റിക് ക്രോമസോമിന്റെ പ്രത്യേകത? സ്വരൂപ ക്രോമസോമുകളുടെ ഒരു പ്രത്യേകത എന്താണടാ? അതായത് ഒരു ജോഡി സ്വരൂപ ക്രോമസോമുകൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് അല്ലെ. 2 ഒരുപോലെ ഇരിക്കുന്ന ക്രോമസോമുകൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കില്ലേ? അതായത് സമരൂപ ക്രോമസോമുകൾ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അങ്ങനെ 22 ജോഡി ക്രോമസോമുകളാണ്
സൊമാറ്റിക് ക്രോമസോം അഥവാ സ്വരൂപ ക്രോമസോമുകളിൽ വന്നിരിക്കുന്നത് സമരൂപ ക്രോമസോമുകൾ അല്ലെ, ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഈ ചിത്രം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, മക്കളൊന്ന് നോക്കണം കേട്ടോ. ഇതാണ് 22 ജോഡി സൊമാറ്റിക് ക്രോമസോം സ്വരൂപ ക്രോമസോമുകളും. ഇതെന്താണ്? XY സെക്സ് ക്രോമസോം ഇൻ മെയിൽ, ഇത് XX ലിംഗനിർണയ ക്രോമസോം സ്ത്രീകളിൽ കേട്ടോ. ഓക്കെ, അതാണ് 23ാമത്തെ ചോദ്യം. മെൻഷൻ ദ റോൾ ഓഫ് mRNA, tRNA ആൻഡ് rRNA ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മാണ ഘടകങ്ങളിൽ mRNA, rRNA, അതേപോലെ തന്നെ ഇവിടെ rRNA tRNA എന്നല്ലേ വരേണ്ടത്. അപ്പൊ ഇവിടെ TUR മിസ് എഴുതി തരാം കേട്ടോ. ഇവിടെ rRNA tRNA. ഓക്കെ, അപ്പൊ 3 തരം RNAകളായി അല്ലെ. അപ്പം mRNA, rRNA, tRNA എന്നിവയുടെ പങ്ക് വ്യക്തമാക്കുക എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ മക്കളെ നോക്കിക്കടാ, rRNA അതായത് നമ്മുടെ റൈബോസോമിലുള്ള RNA ആണ് rRNA അല്ലെ, റൈബോസോമൽ RNA. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? അതായത് പ്രോട്ടീൻ എന്തിനെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അമിനോ ആസിഡുകൾ കൊണ്ടല്ലേ. അപ്പൊ ഈ അമിനോ ആസിഡുകളുടെ ഇടയിലുള്ള ബോണ്ട് ഫോർമേഷൻ ആരാ ചെയ്യുന്നത്? rRNA അല്ലേ ചെയ്യുന്നത് അല്ലെ. റൈബോസോമുകളുടെ പ്രധാന ഘടകമായിട്ടുള്ള ഈ rRNAയുടെ പ്രധാന ധർമ്മം എന്താണ്? അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു, ബോണ്ട് ഫോർമേഷന് സഹായിക്കുന്നു. അപ്പോഴാണ് ഒരു പ്രോട്ടീൻ ചെയിൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആളാരെ mRNA അല്ലടാ. DNA-യിൽ നിന്ന് എന്തുണ്ടാകുന്നു? mRNA ഉണ്ടാവുന്നു. എന്താണ് mRNAയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ from DNA for protein synthesis. അതായത് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ സന്ദേശങ്ങളെ വഹിക്കുന്നത് ആരാണ്? അത് mRNA ആണ് അല്ലടാ. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ വഹിക്കുന്നു ആരിൽ നിന്ന്? DNA-യിൽ നിന്ന്. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ mRNA. അടുത്തതാണ് നമ്മുടെ tRNA. അപ്പൊ tRNAയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താ? അതായത് പ്രോട്ടീൻ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് വിവിധ തരം അമിനോ ആസിഡുകളെ വേണ്ടേ. അപ്പൊ ഈ അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് ആരാണ്? tRNA ആണല്ലേ. അപ്പൊ എന്ത് നമുക്ക് പറയാം? ക്യാരീസ് വേരിയസ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് ടു റൈബോസോം. കാരണം റൈബോസോമിൽ വെച്ചാ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. റൈബോസോമിലാണ് mRNA ഈ അമിനോ ആസിഡുകളെ കാത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? അതായത് അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ആരുടെ ധർമ്മം? tRNA. ഓക്കെ അല്ലേ. അപ്പൊ 3 RNAകളും പഠിക്കണം. mRNA, tRNA, rRNA. mRNA carries information from DNA for protein synthesis. അതായത് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ സന്ദേശങ്ങളെ DNA-യിൽ നിന്ന് ക്യാരി ചെയ്ത് അല്ല അത് വഹിക്കുന്ന ആളാണ് അല്ലെ. എങ്ങോട്ട് mRNA പോകും? പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന റൈബോസോമിലേക്ക് എത്തും അല്ലെ. അതായത് ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരും. കാരണം എന്താണ്? കോശദ്രവ്യത്തിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ റൈബോസോം ഇരിക്കുന്നത്. tRNAയുടെ ഫംഗ്ഷൻ എന്താണ്? അതായത് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ വിവിധതരം അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. കാരണം റൈബോസോമിലാണ് mRNA ഇരിക്കുന്നത് അല്ലേ. ഇനി rRNA ആണെങ്കിലോ ബോണ്ട് ഫോർമേഷന് സഹായിക്കും. അമിനോ ആസിഡുകളുടെ ഇടയിലുള്ള ആ ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ഇലുസ്ട്രേറ്റ് എ മോണോഹൈബ്രിഡ് ക്രോസ് ഓഫ് എ ടോൾ പ്ലാന്റ് വിത്ത് എ ഡ്വാർഫ് വൺ. സ്പെസിഫൈ ദ ഗാമീറ്റ്സ് ആൻഡ് ഓഫ്സ്പ്രിങ്സ് ഇൻ ബോത്ത് F1 and F2 generations. ഉയരം കൂടിയതും കുറഞ്ഞതുമായ സസ്യങ്ങളുടെ മോണോഹൈബ്രിഡ് ക്രോസ് ചിത്രീകരിക്കുക. മോണോഹൈബ്രിഡ് ക്രോസ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഉയരം കൂടിയ ചെടിയെയും ഉയരം കുറഞ്ഞ ചെടിയെയും നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണല്ലേ. അതായത് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ സ്വഭാവ ഗുണം, ഒരു ക്യാരക്ടർ എങ്ങനെയാണ് തലമുറയിലേക്ക് വ്യാപിക്കുന്നത് അല്ലെ, അച്ഛനമ്മമാരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് വഴി നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഉയരം കൂടിയ ചെടിയെയും ഉയരം കുറഞ്ഞ ചെടിയെയും നമ്മൾ എടുക്കുകയാണല്ലേ. അപ്പൊ ഉയരം കൂടിയ ചെടി എന്താണ്? ക്യാപിറ്റൽ ടി. ഉയരം കുറഞ്ഞ ചെടി സ്മോൾ ടി. പിന്നെ എന്ത് എഴുതണം? ബീജകോശങ്ങളല്ലേ. ഒരു ജോഡി അലീലുകളിൽ നിന്ന് ഒരൊറ്റ അലീൽ മാത്രമേ ഒരു ബീജകോശത്തിലേക്ക് വരുള്ളൂ. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. ക്രോസ് ചെയ്താൽ ഒന്നാം തലമുറയിൽ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടിയല്ലേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ എന്താണ്? ക്യാപിറ്റൽ ടി ഡൊമിനന്റ്, സ്മോൾ ടി റെസസീവ് ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അലീലാണല്ലേ. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ അടിച്ചമർത്തും. അപ്പൊ അവിടെ എന്താണ് എക്സ്പ്രസ് ആവുക?
ആ ഒരു നമ്മൾ പറയില്ലേ പ്രകട ഗുണം അല്ലെ, ഡൊമിനന്റ് ട്രേറ്റ് എന്ന് പറയില്ലേ. അപ്പം ആ ഡൊമിനന്റ് ട്രേറ്റ് ആയിട്ടുള്ള ടോൾ ആണ് ഇവിടെ എന്തായത്, പ്രകടമായത്. എവിടെ, ഒന്നാം തലമുറയിൽ അല്ലേ. ഇനി നമുക്ക് രണ്ടാം തലമുറ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നാം തലമുറയെ സ്വപരാഗണം സെൽഫ് പോളിനേഷൻ ചെയ്യണം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ എങ്ങനെ വരും, ഗാമീറ്റ്സ് ബീജകോശങ്ങൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുന്നു. അപ്പൊ രണ്ടാം തലമുറ F2 ജനറേഷൻ കിട്ടിയല്ലേ. അപ്പൊ ഇവിടെ എന്താ വരുന്നത് നോക്കിക്കടാ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ എന്ത് വരും, ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി വന്നാൽ ടോള്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ടോള്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ടോള്, സ്മോൾ ടി വന്നാലോ ഡ്വാർഫ്, ഉയരക്കുറവല്ലടാ വരുന്നത്. അപ്പൊ നമുക്ക് 3 ഉയരം കൂടിയ സസ്യങ്ങൾ, 3 ടോൾ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെയോ ഒരു ഡ്വാർഫ് പ്ലാന്റ് അല്ലെ, ഒരു ഡ്വാർഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉയരം കുറഞ്ഞ സസ്യവും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 3:1 ആണ് റേഷ്യോ വരുന്നത് അല്ലെ. ഓക്കെ, ഇതാണ് നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത്രയേ ഉള്ളൂ. ഒന്നാം തലമുറയും രണ്ടാം തലമുറയും നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. അനുപാതം റേഷ്യോ 3:1 ആണ്, മറക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ ഡസ് ഡൊമിനൻസ്, കോഡൊമിനൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഡിഫർ ഫ്രം വൺ അനദർ? ഡൊമിനൻസ്, കോഡൊമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്നിവ പ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൊമിനൻസ് നമ്മൾ ഓൾറെഡി ഈ ഒരു ചോദ്യത്തിൽ ചെയ്തു മോണോ ഹൈബ്രിഡ് ക്രോസിൽ. കാരണം എന്താണ്, നോക്കിക്കട മക്കളെ, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ വന്നേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതായത് ടോൾ ഉയര കൂടുതലിനെ കൺട്രോൾ ചെയ്യുന്ന അലീലാണ് ക്യാപിറ്റൽ ടി, ഉയര കുറവ് അല്ലെ ഡ്വാർഫിനെ കൺട്രോൾ ചെയ്യുന്ന അലീലാണ് സ്മോൾ ടി. ഇവ ഒരുമിച്ച് ഒരു ജോഡിയായി വന്നപ്പോൾ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചമർത്തി അവിടെ ക്യാപിറ്റൽ ടി കൺട്രോൾ ചെയ്യുന്ന ഉയര കൂടുതൽ ടോൾ എന്ന് പറയുന്ന ട്രേറ്റ് അല്ലെ ഗുണമാണ് അവിടെ കാണിച്ചത്, എക്സ്പ്രസ് ആയത്. അതുകൊണ്ടാണ് ഒന്നാം തലമുറയിൽ എല്ലാം ഉയരം കൂടിയ സസ്യങ്ങളെ കിട്ടിയത്. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ അടിച്ചമർത്തി അല്ലെ. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താ, അത് ഡൊമിനന്റ് അല്ലടാ, ഡൊമിനന്റ് അല്ലെ, ഡൊമിനന്റ് അല്ലീൽ, പ്രകട ഗുണത്തെ കൺട്രോൾ ചെയ്യുന്ന അലീലാണ്. സ്മോൾ ടി ആണെങ്കിലോ ഗുപ്ത ഗുണം അല്ലെ, റെസസീവ് ആണ്. ഓക്കെ അല്ലേ, ഇതിനെയാണ് നമ്മൾ ഡൊമിനൻസ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൊമിനൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഡൊമിനൻസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ടി സ്മോൾ ടീന്റെ കാര്യം നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആ മോണോ ഹൈബ്രിഡ് ക്രോസ് വഴി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഇനി കോഡൊമിനൻസും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും ചോദിച്ചിട്ടുണ്ട്. കോഡൊമിനൻസും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും എന്താ? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് നമ്മുടെ 4 മണിപ്പൂവില്ലേ, ഈ 4 മണിപ്പൂവുകളെ വെച്ചിട്ട് നമ്മൾ ഒരു ക്രോസ് ചെയ്യാൻ പോവാണ്. അതായത് റെഡ് ഫ്ലവർ ഉണ്ടാക്കുന്ന 4 മണിപ്പൂവിന്റെ ചെടിയും വൈറ്റ് ഫ്ലവർ ഉണ്ടാക്കുന്ന 4 മണിപ്പൂവിന്റെ ചെടിയും കൂടി ക്രോസ് ചെയ്തു അല്ലെ. അപ്പൊ ശരിക്കും മെന്റൽ പറഞ്ഞത് പ്രകാരം ഈ റെഡ് എന്ന് പറയുന്നത് ഡൊമിനന്റാ, ഓക്കെ, അതേ സമയത്ത് വൈറ്റ് എന്ന് പറയുന്നത് റെസസീവ് ആണ് അല്ലെ. അതെന്താണ്, ഗുപ്ത ഗുണമാണ്. ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്താവണം, റെഡ് ആവണ്ടടാ അല്ലെ. റെഡ് വൈറ്റിന് അടിച്ചമർത്തണ്ടേ, പക്ഷെ ഉണ്ടായതൊക്കെ പിങ്ക് ആണ്. അതിന്റെ അർത്ഥം എന്താണ്, റെഡിന് വൈറ്റിന്റെ മേലെ മുഴുവനായിട്ട് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ പറ്റിയില്ല, റെഡിന് കംപ്ലീറ്റ് ആയിട്ട് ഡൊമിനന്റ് ആവാൻ പറ്റിയില്ല, പ്രകടമാവാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും പകുതി പ്രകടമായി നിന്നപ്പോൾ റെഡും വൈറ്റും മിക്സ് ആയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ, ഒരു പിങ്ക് കളറാണ് നമുക്ക് പൂക്കളിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഒരു പിങ്ക് കളർ ഉണ്ടായി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് വിളിക്കുക. അപ്പൊ എക്സാമ്പിൾ എന്താണ്, 4 മണിപ്പൂവാണ് കേട്ടോ. ഓക്കെ, 4 മണിപ്പൂവ് പിങ്ക് കളർ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇനി അടുത്തത് എന്താണ് കോഡൊമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ നമ്മൾ പറഞ്ഞു ഒരല്ലീലിന് മറ്റൊരു അല്ലീലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൊമിനന്റ് ആവാൻ പറ്റുന്നില്ല, ഒരല്ലീലിന് മറ്റൊരു അല്ലീലിന്റെ മേലെ കംപ്ലീറ്റ് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റാത്തതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. പക്ഷെ കോഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ അതല്ല, 2 അല്ലീലുകളും ഒരുമിച്ച് എക്സ്പ്രസ് ആവും അല്ലെ. എന്താണ്, ബോത്ത് അല്ലീൽസ് എക്സ്പ്രസ്ഡ് അറ്റ് ദ സെയിം ടൈം, 2 അല്ലീലുകളുടെ ലക്ഷണവും ഒരേ സമയത്ത് പ്രകടമാകുന്നു. എക്സാമ്പിൾ മിസ് പറഞ്ഞു തരാം. അതായത് നമ്മൾ കന്നുകാലികളൊക്കെ ഇല്ലേ, ഈ കന്നുകാലികളുടെയും അതുപോലെ തന്നെ നമ്മൾ പറയും കുതിരകളുടെ ഒക്കെ കളർ ഏത് കളറാ, റോൺ കോട്ട് എന്ന് നമ്മൾ പറയും അല്ലെ. റോൺ കോട്ട് പാറ്റേൺ, അതായത് ഇപ്പൊ റെഡ് കളറ് പശുവിനെ ഞാൻ എടുത്തു, വൈറ്റ് കളർ പശുവിനെ ഞാൻ എടുത്തു, ക്രോസ് ചെയ്തു. ഉണ്ടായ പശുക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ റെഡും വൈറ്റും മിക്സ് ആയിട്ടാണ് വരുന്നത്. റെഡ് കളറും അവിടെ കാണുന്നുണ്ട്, വൈറ്റ് കളറും കാണുന്നുണ്ട്. അതേ സമയത്ത് രണ്ടിന്റെയും കൂടി ഇടയിലുള്ള, നമ്മൾ നേരത്തെ പിങ്ക് എന്ന് പറഞ്ഞ പോലെ ഇടയിലുള്ള ഒരു ക്യാരക്ടർ കാണുന്നില്ല. രണ്ടും ആ പശുക്കുട്ടിയിൽ കളറുകൾ ഉണ്ട്, റെഡും കാണുന്നു, എന്താണ്, വൈറ്റും കാണുന്നുണ്ട് അല്ലെ. കണ്ടില്ലേ നിങ്ങൾ, ഇതാ ഇവിടെയൊക്കെ എന്താ റെഡ് അല്ലെ, ഇവിടെയൊക്കെ വൈറ്റ്. കണ്ടോ, അവർ മിക്സ് ആയി വന്നു കഴിഞ്ഞു അല്ലെ. ഇത് റെഡ്, ഇതെന്താണ്, വൈറ്റ്. അപ്പൊ 2
അലീലുകളും ഈ കുഞ്ഞില് എക്സ്പ്രസ് ആയി, പ്രകടമായി. 2 അലീലുകളുടെയും, അതായത് റെഡിന്റെയും വൈറ്റിന്റെയും എന്താണ് ഗുണം, ട്രേറ്റ് ഇവിടെ എന്തായിട്ടുണ്ട്, എക്സ്പ്രസ് ആയിട്ടുണ്ട് അല്ലെ. അലീലുകളുടെ ഗുണം എക്സ്പ്രസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് 2 കളറും ഈ പശുക്കുട്ടിയിൽ ഉണ്ട് അല്ലെ. അതാണ് കോഡൊമിനൻസ്. കോഡൊമിനൻസ്, രണ്ടുപേരും ഒരുപോലെ ജയിച്ചു, രണ്ടുപേരും ഒരുപോലെ ആധിപത്യം സ്ഥാപിച്ചു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇതുപോലെ മക്കളോട് ഏതും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ അലീലിസവും പോളിജീനിക് ഇൻഹെറിറ്റൻസും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ജീനിന് 2ൽ കൂടുതൽ അലീലുകൾ വരുന്നു, അതാണ് മൾട്ടിപ്പിൾ അലീലിസം. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. പിന്നെ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരൊറ്റ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 1ൽ കൂടുതൽ ജീനുകൾ, അതാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ഇപ്പൊ നമ്മുടെ ത്വക്കിന്റെ നിറം, സ്കിന്നിന്റെ കളറിനെ കൺട്രോൾ ചെയ്യാൻ 1ൽ കൂടുതൽ ജീനുകൾ ഉണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടി മക്കൾ നോട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പിന്റെ മിസ് പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ അലീലിസം. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണെന്നറിയാം, IG. ഈ ജീനിന് 3 അല്ലീലാ ഉള്ളത്, IA, IB, I, സ്മോൾ I. കണ്ടില്ലേ, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് പഠിച്ചു വെച്ചോളൂ. ഈ 5 ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ് ആണടാ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ മക്കളെ നോക്കിക്കോ, ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് മറക്കാതെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മിസ് ഇനിയും വരാം. ടിൽ ദെൻ ടാറ്റ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കണേ. ചാപ്റ്റർ പഠിച്ചിട്ട് ചോദ്യങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കിയാലല്ലേ നിങ്ങൾക്ക് എത്രത്തോളം അറിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടാറ്റ.